നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 8ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരത് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടു നോക്കാം. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ നന്നായിട്ട് പഠിക്കുക. സൈക്കോളജിയുടെ ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു കാര്യം കൂടി പറയട്ടെ. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് എത്ര മാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിലിടാൻ മറക്കരുതെന്ന്. അപ്പം ഈ ഒരു ക്ലാസ്സിലും കൂട്ടുകാർ അതുപോലെ തന്നെ ഒന്ന് ചെയ്യണം കേട്ടോ. എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ബോക്സിലിടാൻ മറക്കരുത് കേട്ടോ. അപ്പം നേരെ ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. 176ാമത്തെ ക്വസ്റ്റ്യൻ. Assessment that measures a student's performance based on mastery of a specific set of skills. Options A. Criterion referenced. B. Norm referenced. C. Benchmark assessment. D. Diagnostic assessment. Answer B. Norm referenced. 177ാമത്തെ question. The period during which the reproductive system matures can be termed as. Options A. Childhood. B. Puberty. C. Later adolescence. D. Adulthood. Answer B. Puberty. 178ാമത്തെ question. Which of the following is the least affecting factor in learning? Options A. Motivation. B. Social status. C. Intelligence. D. Interest. Answer B. Social status. 179ാമത്തെ question. The addictive use of legal and illegal substances by adolescents is called dash. Options A. Delinquency. B. Psychosis. C. Neurosis. D. Substance abuse. Answer D. Substance abuse. 180ാമത്തെ question. If past memories inhibit an individual's full potential to retain new memories, it is referred as. Options A. Retroactive interference. B. Proactive interference. C. Memory traces. D. Retrieval. Answer B. Proactive interferences. 181ാമത്തെ question. The ability to come up with new ideas through a mental process of connecting existing concepts. Options A. Motivation. B. Creativity. C. Intelligence. D. Interest. Answer B. Creativity. 182ാമത്തെ question. Which stage is not involved in the memory process? Options A. Interference. B. Encoding. C. Storage. D. Retrieval. Answer A. Interference. 183ാമത്തെ question. The approach which is not suitable for classroom management and academic engagement. Options A. Encourage initiative. B. Behavior reinforcement. C. Build excitement for content. D. Give corporal punishments. Answer D. Give corporal punishments. 184ാമത്തെ question. Which of the following activities is most suitable to develop cooperation among primary school children? പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ. സ്റ്റോറി ടെല്ലിംഗ്, കഥ പറച്ചിൽ. ബി. പ്ലേസ്, കളികൾ. സി. ഡിസ്കഷൻ, ചർച്ച. ഡി. മ്യൂസിക്, സംഗീതം. ആൻസർ ബി. പ്ലേസ്, കളികൾ. 185ാമത്തെ question. Which of the following is the least possible characteristics of a creative child? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളത്? ഓപ്ഷൻസ് എ. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത. ബി. ഡൈവർജന്റ് തിങ്കിങ്, വ്യക്തിത്വ ചിന്ത. സി. ആർട്ടിക്കുലേറ്റിംഗ് ഐഡിയാസ്, നോവൽറ്റി ആൻഡ് ഇന്നോവേഷൻ. ആശയസ്പഷ്ടത, പുതുമ, നവീന ചിന്ത. ഡി. കൺവർജന്റ് തിങ്കിങ്, ഏകമുഖ ചിന്ത. ആൻസർ ഡി. കൺവർജന്റ് തിങ്കിങ്, ഏകമുഖ ചിന്ത. 186ാമത്തെ question. Need for affiliation
നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയതൃഷ്ണ ഇവ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ്. ഇവ നിർദ്ദേശിച്ചത്. ഓപ്ഷൻസ് എ മാസ്ലോ, ബി അഡ്ലർ, സി ബന്ദുര, ഡി മക്ലൻഡ്. ആൻസർ ഡി മക്ലൻഡ്. 187ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നെസസറിലി ട്രൂ വിത്ത് റിഗാർഡ് ടു ഹെറിഡിറ്റി? പാരമ്പര്യത്തെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയാകാൻ സാധ്യത കുറഞ്ഞത് ഏത്? ഓപ്ഷൻസ് എ ഹെറിഡിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൈമറി സോഷ്യൽ സ്ട്രക്ചർ. സാമൂഹ്യ ഘടനയുടെ പ്രാഥമിക ഘടകമാണ് പാരമ്പര്യം. ബി ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യവും പാരിസ്ഥിതിക ഘടകങ്ങളും പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്. സി വി കനോട്ട് കൺട്രോൾ ദ ഹെറിഡിറ്റി ഫാക്ടേഴ്സ് ഡയറക്ട്ലി. പാരമ്പര്യ ഘടകങ്ങളെ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. ഡി ഹെറിഡിറ്റി ഈസ് ദ ഓൺലി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. ആൻസർ ഡി ഹെറിഡിറ്റി ഈസ് ദ ഓൺലി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. 188ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ ക്യാൻ ബി എഡ്യൂക്കേറ്റഡ് ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരത്തിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയാണ് സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തി വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ് എ മൈൽഡ് ആൻഡ് മോഡറേറ്റ്, മൃദുവായതും മിതമായതും. ബി മോഡറേറ്റ് ആൻഡ് സിവിയർ, മിതമായതും തീവ്രമായതും. സി സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്, തീവ്രമായതും തീഷ്ണമായതും. ഡി പ്രൊഫൗണ്ട് ഓൺലി, തീഷ്ണമായതും മാത്രം. ആൻസർ എ മൈൽഡ് ആൻഡ് മോഡറേറ്റ്, മൃദുവായതും മിതമായതും. 189ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ ഹാസ് decided that only girls should be allowed to become class leaders and school leader. This is dash. ഒരു സ്കൂൾ സ്റ്റാഫ് കൗൺസിലിൽ പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരാക്കാനും സ്കൂൾ ലീഡറാക്കാനും തീരുമാനിച്ചു. ഇത്. ഓപ്ഷൻ സി എ പ്രോഗ്രസീവ് സ്റ്റെപ്പ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ഗേൾസ്. പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള പുരോഗമനാത്മകമായ ഒരു കാൽവയ്പാണ്. ബി ഇൻ ട്യൂൺ വിത്ത് ഗ്ലോബൽ ട്രെൻഡ്സ്, ആഗോള മാറ്റങ്ങൾക്ക് അനുസൃതമാണ്. സി എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ടു സോൾവ് മെനി ഇഷ്യൂസ് ദാറ്റ് എ സ്കൂൾ ഫേസ്, സ്കൂൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രായോഗിക പരിഹാര മാർഗമാണ്. ഡി എ ക്ലിയർ എവിഡൻസ് ഓഫ് ജെൻഡർ ബയസ്, വ്യക്തമായ ലിംഗ വിവേചനമാണ്. ആൻസർ ഡി എ ക്ലിയർ എവിഡൻസ് ഓഫ് ജെൻഡർ ബയസ്, വ്യക്തമായ ലിംഗ വിവേചനമാണ്. 190ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇന്റൻസ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഷോവ്ഡ് ബൈ എ ഗേൾ ടുവേർഡ്സ് ഹെർ ഫാദർ ഡ്യൂറിംഗ് ദ ഏർലി ചൈൽഡ്ഹുഡ് ഈസ് കോൾഡ്. ആദ്യ ബാല്യദശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്ന തീവ്രമായ വൈകാരിക ബന്ധത്തെ വിളിക്കുന്ന പേര്? ഓപ്ഷൻസ് എ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, മനോലൈംഗിക വികാസം. ബി ഈഡിപ്പസ് കോംപ്ലക്സ്. സി സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണം. ഡി എലക്ട്ര കോംപ്ലക്സ്. ആൻസർ ഡി എലക്ട്ര കോംപ്ലക്സ്. 191ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്വാളിറ്റി ഓഫ് ടെസ്റ്റ് ടു ഗിവ് സെയിം സ്കോർസ് വെൻ അഡ്മിനിസ്റ്റേർഡ് അറ്റ് ഡിഫറെന്റ് ഒക്കേഷൻസ് ഈസ്. ഏത് സാഹചര്യത്തിൽ നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഓപ്ഷൻസ് എ വാലിഡിറ്റി, സാധുത. ബി ഡിഫറൻഷ്യബിലിറ്റി, വിവേചനപരത. സി ഒബ്ജക്ടിവിറ്റി, വസ്തുനിഷ്ഠത. ഡി റിയലബിലിറ്റി, വിശ്വാസ്യത. ആൻസർ ഡി റിയലബിലിറ്റി, വിശ്വാസ്യത. 192ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു പിയാഷെ, ഇൻ വിച്ച് ഡെവലപ്മെന്റൽ സ്റ്റേജ് ഒബ്ജക്ട് പെർമനൻസ് ഡെവലപ്സ്? പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് വികാസ ഘട്ടത്തിലാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന ബോധം വികസിപ്പിക്കുന്നത്? ഓപ്ഷൻസ് എ സെൻസറി മോട്ടോർ പീരീഡ്, ഇന്ദ്രിയ ചാലക ഘട്ടം. ബി കോൺക്രീറ്റ് ഓപ്പറേഷൻ പീരീഡ്, മൂർത്ത മനോവ്യാപാര ഘട്ടം. സി ഫോർമൽ ഓപ്പറേഷൻ പീരീഡ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം.
ഡി പ്രീ ഓപ്പറേഷണൽ പീരീഡ്, പ്രാക് മനോവ്യാപാര ഘട്ടം. ആൻസർ എ സെൻസറി മോട്ടോർ പീരീഡ്, ഇന്ദ്രിയ ചാലക ഘട്ടം. 193 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ടെസ്റ്റ് ആർ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? താഴെ കൊടുത്തവയിൽ പ്രക്ഷേപണ രീതി ഏത്? ഓപ്ഷൻസ് എ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ബി റോഷ സിംഗുബ്ലോട്ട് ടെസ്റ്റ്, സി പേഴ്സണൽ പ്രോബ്ലം സോൾവിംഗ് സിസ്റ്റം, ഡി ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഡി ബോത്ത് എ ആൻഡ് ബി. 194 ക്വസ്റ്റ്യൻ. പഠിതാവ് നേടിയ അറിവിന്റെയും നൈപുണികളുടെയും നിലവാരം എത്രത്തോളം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഡാഷ്. ഓപ്ഷൻസ് എ അഭിഭാവം, ബി മനോഭാവം, സി സിദ്ധി, ഡി താല്പര്യം. ആൻസർ സി സിദ്ധി. 195 ക്വസ്റ്റ്യൻ. ബിനെ എന്ന അധ്യാപിക കുട്ടികളിൽ എപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനുള്ള നടപടി സ്വീകരിക്കും. ഇതിന് ഏറ്റവും പറ്റിയ മാർഗം ഏതാണ്? ഓപ്ഷൻസ് എ പെരുമാറ്റത്തിന് വ്യക്തമായ നിയമങ്ങൾ രൂപപ്പെടുത്തി, ബി കുട്ടികളുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട്, സി എങ്ങനെ പെരുമാറണമെന്ന് കർശന നിർദ്ദേശം നൽകിക്കൊണ്ട്, ഡി മതപഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്. ആൻസർ ബി കുട്ടികളുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട്. 196 ക്വസ്റ്റ്യൻ. പ്രൈമറി തലത്തിലെ ബോധന മാധ്യമം മാതൃഭാഷയാകണം. ഇതിന്റെ കാരണം? ഓപ്ഷൻസ് എ ഇത് പഠനം എളുപ്പമുള്ളതാക്കും, ബി ഇത് പഠനം അർത്ഥപൂർണമാക്കും, സി ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, ഡി ഇത് ബുദ്ധി വികസിക്കാൻ അവസരമൊരുക്കും. ആൻസർ സി ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 197 ക്വസ്റ്റ്യൻ. ഐക്യു കൂടിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ബി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, സി ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമായിരിക്കുമ്പോൾ, ഡി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുതലും തുല്യമാകുമ്പോൾ. ആൻസർ ബി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ. 198 ക്വസ്റ്റ്യൻ. പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സിദ്ധാന്തം പ്രചരിപ്പിച്ചത്? ഓപ്ഷൻസ് എ ഇവാൻ പാവ്ലോ, ബി കോഹ്ലർ, സി വൈഗോസ്കി, ഡി ജെറോമസ് ബ്രൂണർ. ആൻസർ ബി കോഹ്ലർ. 199 ക്വസ്റ്റ്യൻ. ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് എ ഒരു പരീക്ഷയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടിയെ കണ്ടെത്താൻ, ബി കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം ഗ്രൂപ്പുകളായി തരംതിരിക്കാൻ, സി കുട്ടികളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാൻ, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ആൻസർ ബി കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം ഗ്രൂപ്പുകളായി തരംതിരിക്കാൻ. 200 ക്വസ്റ്റ്യൻ. അബ്രഹാം മാസ്ലോ നിർദ്ദേശിച്ച വളർച്ച ആവശ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ ശാരീരിക ആവശ്യങ്ങൾ, ബി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക, സി ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം, ഡി ആത്മസാക്ഷാത്കാരം. ആൻസർ ഡി ആത്മസാക്ഷാത്കാരം. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിലിടാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.